കൊല്ലത്ത് അതിദരിദ്രർക്ക് വിതരണം ചെയ്യാൻ വെച്ചിരുന്ന 400 ഇഡലി നശിപ്പിച്ച നിലയിൽ. കൊല്ലത്ത് പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലിന് മുന്നിൽ വെച്ചിരുന്ന ഇഡലിയാണ് സാമൂഹ്യവിരുദ്ധർ എടുത്തുകൊണ്ടുപോയി റോഡരികിൽ തള്ളിയത്. അതിദരിദ്രരുടെ പട്ടിണി അകറ്റാൻ സംസ്ഥാന സർക്കാർ നൽകി വരുന്ന അന്നമാണി മണ്ണിൽ തള്ളി ആരോ നശിപ്പിച്ചത്. കൊല്ലം കോർപ്പറേഷന്റെ 6 ഡിവിഷനുകളിലെ കിടപ്പ് രോഗികൾ ഉൾപ്പെടെ അതിദരിദ്രരായ 52 കുടുംബങ്ങൾക്കുള്ള ഒരു നേരത്തെ ഭക്ഷണം. കണ്ണിൽ ചോരയില്ലാത്തവർ ചെയ്ത കൊടും ക്രൂരത. ഇന്ന് രാവിലെ ഒരു 6 മണിയോടുകൂടി നമ്മൾ ഫുഡ് എടുക്കാൻ വന്നപ്പോൾ ഇത് സാധനം അവിടെ ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് ദൂരമായിട്ട് കളക്ടറേറ്റിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഇത് തുറന്ന് ഇങ്ങനെ ചിതറിയ നിലയിൽ കണ്ടെത്തുമായിരുന്നു. അപ്പോൾ നമുക്കിത് ഒന്നാമെന്ന് വെച്ചാൽ ഇത് കൃത്യസമയത്ത് ഒരു 7:30-ക്ക് കിടപ്പ് രോഗികളും കൈയും കാലും ഇല്ല, അങ്ങനെ തീരെ വയ്യാത്ത ആൾക്കാർ കൊടുക്കേണ്ട ഭക്ഷണമായിരുന്നു. അതിദരിദ്രർ കൂടുതലും എണീറ്റ് നടക്കാൻ വയ്യാത്ത ആൾക്കാർ. രാവിലെ 6 മണിക്കാണ് ഇഡ്ഡലി ഉൾപ്പെടുന്ന പെട്ടി കാണാതായത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇഡ്ഡലി ഹോട്ടലിന് സമീപം റോഡ് സൈഡിൽ തള്ളിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പറഞ്ഞ സുനി നമ്മളെ സാധനം കാണുന്നില്ല, ഇഡ്ഡലി കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കുളിക്കാൻ പോകുമ്പോഴല്ല അവിടെ സാധനം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് അത് കണ്ട വെച്ചാൽ ഞാൻ പോയെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇവിടെ വരികയും ചെയ്തു, തിരിച്ച് അന്നേരം തന്നെ ഇവിടെ വരികയും ചെയ്തു. അപ്പോഴാണ് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. പിന്നെ എന്നെ അടുത്തൊരു 1/4 മണിക്കൂറിനും വിളിച്ചു പറഞ്ഞു, സുനി ആ സാധനം അവിടെ വെച്ചേക്കണ്ട, അടുത്ത് കളയല്ലേ, നാണക്കേടാ, മോശമോ, ആളുകൾ എന്തെങ്കിലും ആയിരിക്കുന്നു. അല്ലല്ല, പെട്ടിക്ക് ദേശപ്പോട്ടിൻ്റെ മുക്കപ്പാവുണ്ട്, ബാക്കിയെല്ലാം എടുത്തോണ്ട് പോയാൽ ആരായാലും ശരിയാണ്, കാപ്പാവ് എടുത്തിട്ടുണ്ട്. പാവപ്പെട്ടവർക്കുള്ള ആഹാരം നശിപ്പിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ജനകീയ ഹോട്ടൽ അധികൃതർ വ്യക്തമാക്കി. ഇഡലി മോഷ്ടിച്ചതാണോ അതോ ബോധപൂർവം നശിപ്പിക്കാൻ ചെയ്തതാണോ എന്ന് വ്യക്തമല്ല. പോലീസ് അന്വേഷണവും തുടങ്ങി. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.